ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഉലത്തിയതാണ്. അപ്പോൾ ഇതൊരു കുക്കിംഗ് വ്ളോഗാണ്. ഒപ്പം ഇത് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഒപ്പം അതിൻ്റെ ഒരു ആൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇറ്റ്സ് TW വ്ളോഗ്സ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും പിന്നെ അതിന്റെ പ്രിപ്പറേഷൻസും നോക്കാം. ഫസ്റ്റ്, കഴുകി വൃത്തിയാക്കിയ 1.5 കിലോ ബീഫ്. പിന്നെ അതിന് വേണ്ടിയുള്ളത് ഒന്ന് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക്, പിന്നെ കസൂരി മേത്തി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ വേണ്ടത് വലിയുള്ളി, ചെറിയുള്ളി, പിന്നെ കറിവേപ്പില. ഇനി ഇതിന്റെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിക്കണം. അപ്പൊ നമ്മൾ ഇനി ഓയിൽ ഒഴിക്കാൻ പോവാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവയുണ്ട്, പറയാൻ വിട്ടുപോയ സംഭവമാണ്. അപ്പൊ ഉലുവ നല്ലോണം ചൂടായിട്ട് ഇതിലേക്ക് സവാള ഇടാണ്. ബ്രൗണിഷ് കളറാണ് നമുക്ക് മാറ്റി കൊടുക്കുക. ബ്രൗണിഷ് ആയിരുന്നെങ്കിലും കുറച്ച്. ഇനി ചെറിയുള്ളി ഇടാണ്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് വെളുത്തുള്ളി ഇടണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഗ്രീൻ ചില്ലി, ഗ്രീൻ ചില്ലി കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അടുത്തത് നമ്മളിനി പെരുംജീരകവും കുരുമുളകും ചതച്ചത് ഇടാൻ പോവാണ്. അത് നല്ലോണം മിക്സ് ചെയ്യുക. കറിവേപ്പില ഇടാം.
ഇനി മഞ്ഞപ്പൊടി ഇടാം. 2 സ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ മുളക് പൊടി. ഓക്കെ, 3 സ്പൂൺ. ഇനി നമ്മൾ മിക്സ് ചെയ്യാം. ഇതൊരു 4 സ്പൂൺ കൊടുക്കാം. അപ്പൊ നമ്മൾ ഇട്ടത് ഇപ്പൊ മല്ലിപ്പൊടിയാണ്, 4 സ്പൂണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്നുകൂടി ഇടാനുള്ളത് കസ്തൂരി മേത്തിയും കൂടി ഉള്ളൂ. അടി പിടിക്കാൻ നോക്കണം, ശ്രദ്ധിക്കാൻ. അടി പിടിക്കരുത്. ഇനി നമ്മളെ ബീഫ്, 1.5 കിലോ ബീഫ് ഓരോ കുറച്ച് കുറച്ചാക്കി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. കാരണം നമ്മൾ ബീഫ് ഉലർത്തിയതിന് കുറച്ചേ വേണ്ടുള്ളൂ, ഓവർ വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറച്ച് ഉപ്പൊടി ഇടാം. മിക്സ് ചെയ്യാം. നേരത്തെ ഓൾറെഡി നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം. അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളം ബീഫിനേക്കാൾ മുകളിൽ വരാൻ പാടില്ല. ബീഫും വെള്ളം ഒപ്പത്തിനൊപ്പമായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ബീഫും വെള്ളം ഏകദേശം ഒപ്പത്തിനൊപ്പം നിന്നിട്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടച്ചേക്കാൻ പോവാണ്. ഏകദേശം ഒരു 6 വിസിൽ വരുന്നോളം കാത്തിരിക്കുക. അപ്പോഴേക്കും നന്നായിട്ടൊന്ന് റെഡിയാവും. ഓക്കെ, അങ്ങനെ നമ്മുടെ ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കുക്കറും തുറക്കുകയാണ്. വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് മാത്രം തുറക്കുക. അല്ലെങ്കിൽ അറിയാൻ എന്താ അവസ്ഥ ആവും. നമ്മളിതിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് തേങ്ങ കൊത്തുകൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. എല്ലാ ഭാഗത്തും മിക്സ് ചെയ്യാം. അപ്പൊ നമ്മളിത് നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയാണ്. അപ്പൊ ഫ്രണ്ട്സ്, ബീഫ് ഉലർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ GW ബ്ലോഗ് സൈനിങ് ഓഫ്.